ഇന്ന് പുതിയ ഏഡൻ എമുലേറ്റർ സെറ്റപ്പ് വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം അസാസിൻസ് ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇന്ന് സ്ട്രേ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ റീൽ കണ്ണാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ അവിടെ പറയുന്ന ഗെയിം ആവില്ല ഞാനിവിടെ കളിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഗെയിം ഫയൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈസിയായി ഗെയിം കളിക്കാം. നമ്മളുടെ എമുലേറ്റേഴ്സ് വരുന്നത് 2 വേർഷൻ ആയിട്ടാണ്. ഒന്ന് സ്റ്റാൻഡേർഡ്, മറ്റൊന്ന് ലെഗസി. ഇതിൽ സ്നാപ്ഡ്രാഗൺ 865 മുകളിലുള്ള ചിപ്സെറ്റ് ഉപയോഗിക്കുന്നവർ സ്റ്റാൻഡേർഡ് വേർഷൻ ഉപയോഗിക്കുക. ബാക്കി ഏത് ചിപ്സെറ്റ് ഉള്ളവരും ലെഗസി വേർഷൻ ഉപയോഗിക്കുക. ആദ്യം നമ്മൾക്ക് നമ്മളുടെ ഗെയിം ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ ഗെയിം ഫയൽസ് കാണാൻ പറ്റും. 2 ഫയലായിട്ടാണ് നമ്മുടെ ഗെയിം വരുന്നത്. ഇതിൽ ഒരെണ്ണം ബേസ് ഗെയിം ഫയലും ഒരെണ്ണം അപ്ഡേറ്റും ആണ്. ഇത് രണ്ടും ഈ ഫോൾഡറിനകത്ത് തന്നെ നമുക്ക് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ആയ ഗെയിം ഒരു ഫോൾഡറിനകത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ദേ ഇവിടെ കാണുന്നത് പോലെ .nsp എന്ന എക്സ്റ്റൻഷനിലായിരിക്കും നമ്മുടെ ഗെയിം കിടക്കുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ ഒരു ഫോൾഡറിലേക്ക് ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എമുലേറ്ററിന് ആവശ്യമായ ഫയൽസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഇപ്പോൾ ഈ ഗെയിം ഫയൽസ് കൂടി ഇട്ടു. ഇപ്പോൾ ഈ ഫോൾഡറിനകത്ത് നമ്മുടെ എമുലേറ്ററിന് ആവശ്യമായ ഫേംവെയർ, കീസ്, ഗെയിം ഫയൽസ്, ഗ്രാഫിക്സ് ഡ്രൈവർ എന്നിവ കാണാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമുലേറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കീസ് സെലക്ട് ചെയ്യാം. നമ്മളുടെ ഫയൽസ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ഫോൾഡറിലോട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ എൻ്റെ ഫയൽസ് എല്ലാം ഇതിനകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ദേ ഇതിനകത്ത് നമ്മുടെ കീസ് ഫയൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ കീസ് ഫയൽ .keys എന്ന എക്സ്റ്റൻഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഒരു സിപ്പ് ഫയൽ ആണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുക. txt ഫയൽ ആണെങ്കിൽ റീനെയിം ചെയ്ത് pro.keys എന്നാക്കുക. എന്നിട്ട് ആ ഫയൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കീസ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേംവെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ ദേ ഇതുപോലെ അത് കുറച്ച് സമയത്തിനുള്ളിൽ ഇൻസ്റ്റാൾ ആവും. ഇനി ഇവിടെ നമുക്ക് ഗെയിംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ഗെയിമല്ല, ഗെയിമുള്ള ഫോൾഡറാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ താഴെ കാണുന്ന യൂസ് ദിസ് ഫോൾഡർ സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോൾഡറും സെലക്ട് ആവും. കഴിഞ്ഞു, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എമുലേറ്ററിന്റെ ഹോം സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആയി വരും. നമ്മളുടെ ഫോൾഡറിൽ ഇട്ട് വെച്ചിട്ടുള്ള ഗെയിം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യരുത്. അതിനു മുന്നേ നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിനായി ഈ മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ GPU ഡ്രൈവർ മാനേജർ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിസ്റ്റം GPU ഡ്രൈവർ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നിലവിൽ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ള ഫോണുകൾക്ക് മാത്രമേ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം GPU ഡ്രൈവറിലായിരിക്കും നിങ്ങളുടെ ഗെയിം റൺ ആവുക. അങ്ങനെ റൺ ആയില്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ളവർ ഈ താഴെ കാണുന്ന ഫെച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദേ എറർ വന്നു. ഇന്റർനെറ്റ് കണക്ട് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഫെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻ്റെ GPU മോഡലും അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഡ്രൈവറും കാണാൻ പറ്റും. മിസ്റ്റർ പർപ്പിൾ T19. നിങ്ങളുടെ ഡിവൈസ് മോഡൽ അനുസരിച്ച് അവർ വേറെ ഡ്രൈവർ ആയിരിക്കും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഡ്രൈവേഴ്സിനെ പറ്റി അധികം അറിയാത്തവർ അത് തന്നെ മാക്സിമം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ റെക്കമെൻഡ് ഡ്രൈവർ മിസ്റ്റർ പർപ്പിൾ ടേണിപ്പാണ്. അത് ദേ ഇവിടെ താഴെ തന്നെയായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് T29. പക്ഷേ നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് T19 ആണ്. അതുകൊണ്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ദേ ഇവിടെ താഴെ എത്തിയപ്പോൾ നമുക്ക് T19 കാണാൻ പറ്റും. ഈ കാണുന്ന ഷോ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദേ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിലോട്ട് പോവാം. ദേ ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ പുതിയ ഡ്രൈവർ കാണാൻ പറ്റും. ഇത്രയുള്ളൂ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ, വളരെ ഈസിയാണ്. ഇനി ഇൻ കേസ് ഈ റെക്കമെൻഡ് ചെയ്ത ഡ്രൈവർ നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങളുടെ ഗെയിം അതിൽ വർക്കായില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈവർ യൂസ് ചെയ്തും ഇതിൽ കളിക്കാൻ പറ്റും. അതിനായി ഈ താഴെ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഈ 30 വേർഷൻ 26 ഡ്രൈവർ ഈ സ്ക്രീനിൽ കാണുന്ന ചിപ്സെറ്റുകളുള്ള എല്ലാ ഫോണുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും തന്നെ നമ്മുടെ റെക്കമെൻഡ് ഡ്രൈവർ തന്നെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ സെറ്റിംഗ്സിലോട്ട് പോവാം. ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന സിസ്റ്റം ഗ്രാഫിക്സ് ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ നമുക്ക് സെറ്റിംഗ്സ് ചെയ്യാനുള്ളൂ. ആദ്യം നമ്മൾക്ക് സിസ്റ്റമിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡോക്ടർ മോഡ് എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ മാത്രം ഈ സെറ്റിംഗ് ഓൺ ആക്കി വെക്കുക. ഇത് ഓൺ ചെയ്യുമ്പോൾ വിഷ്വൽ ക്വാളിറ്റി ഇൻക്രീസ് ആവും. പക്ഷേ എൻ്റെ ഡിവൈസ് 8 Gen 3 താഴെ ആയതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്ത് തന്നെ വെക്കുകയാണ്.
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഈ കാണുന്ന ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യമേ തന്നെ റെസൊല്യൂഷൻ 1x-ൽ നിന്നും 0.75x-ലേക്ക് മാറ്റാം. നിങ്ങളുടെ ഫോൺ സ്നാപ്ഡ്രാഗൺ 8 Gen 2 അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ 1x തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി അതിൽ താഴെയുള്ളവർ 0.5x അല്ലെങ്കിൽ 0.75x മാത്രം ഉപയോഗിക്കുക. നെക്സ്റ്റ് സെറ്റിംഗ് ഈ കാണുന്ന GPU മോഡ് ഫാസ്റ്റിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോഴ്സ് മാക്സിമം ക്ലോക്സ് എന്ന് കാണാൻ പറ്റും. ഇത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ളവർ മാത്രം ഓൺ ആക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗെയിം ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബട്ടൺസ് ഹൈഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് ഗെയിം പ്ലേ കാണിക്കുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഈ ഗെയിമിൽ നമ്മളൊരു പൂച്ചയാണ്. ഞാൻ ഓൾറെഡി ഈ ഗെയിം PC-യിൽ കളിച്ചിട്ടുണ്ട്. അടിപൊളി ഗെയിമാണ്. വിഷ്വൽസിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടെന്ന് തോന്നുന്നു. നല്ല ഗ്രാഫിക് വിഷ്വൽസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കട്ട് സീനാണ് കേട്ടോ. നമ്മുടെ ശരിക്കുള്ള ഗെയിം വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമ്മുടെ ഗെയിം പ്ലേ ശരിക്കും സ്റ്റാർട്ട് ആവുന്നേ. നമ്മൾ ഏതാണ്ട് ഒരു കാട്ടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. PC-നെ വെച്ച് ഗ്രാഫിക്സ് ക്വാളിറ്റി കുറവുണ്ടെങ്കിലും ഒരു ഫോണിൽ ഇത്രയും നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റിയുള്ള ഗെയിം പറയുമ്പോൾ അതൊരു ഇംപ്രസീവായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഗെയിമിംഗ് കൺട്രോളേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ഈ ഗെയിം കളിക്കുക. ഇവിടെ സെറ്റിംഗ്സിലോട്ട് പോയാൽ കൺട്രോൾസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കൺട്രോളർ ഓട്ടോ മാപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റെ കൺട്രോളർ കണക്ട് ചെയ്ത് ഓട്ടോ മാപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോളറിൽ കളിക്കാം. കൺട്രോളറിൽ കളിക്കുമ്പോൾ ഓൺ സ്ക്രീൻ ബട്ടൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഗെയിം പ്ലേയും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ പൂച്ച ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ട് ക്രോസ് ചെയ്തു. പക്ഷെ നമുക്ക് മാത്രം ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. ഇതേ നമ്മൾ താഴോട്ട് വീണു. ഇത് എൻഡിങ് അല്ല, ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അറിയണേ നിങ്ങൾ ഈ ഗെയിം കളിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ എമുലേറ്റർ സെറ്റ് ചെയ്യുന്നതിലോ ഈ ഗെയിംസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.